ഇന്ന് മലയാളത്തിൽ ഒരു വർഷം 200 മുതൽ 250ഓളം സിനിമകൾ റിലീസാവുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം സിനിമകളും പരാജയമാവാറുണ്ട്. മലയാള സിനിമയുടെ പ്രതിസന്ധിയെക്കുറിച്ച് നിർമ്മാതാക്കൾ പരാതിപ്പെടാറുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയൊക്കെ പണ്ടുമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 87 സിനിമകളുടെ ഒരു റിപ്പോർട്ട്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. 1987 മലയാള സിനിമ ഒരു അവലോകനം എന്ന് പറഞ്ഞാണ് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ ഒരു ഏറ്റവും വലിയ ഫോട്ടോ ഇതിൽ ആ വർഷത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട നായികയുടെയാണ്. അത് ഷാരിയാണ്. ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് ഷാരിക്ക് പാർക്കാൻ മലയാള സിനിമ, അങ്ങനെയാണ് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ. പിന്നെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും തന്നെയാണ്. 87 എന്ന് പറയുമ്പോൾ ഇന്ന് 38 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അന്നും ഇന്നും മുൻനിരയിൽ ഇവർ രണ്ടുപേരും ഉണ്ട് എന്നുള്ളതാണ്. ഇതിലെഴുതിയിരിക്കുന്നത് മമ്മൂക്കേനെ കുറിച്ച് ഇതിലെഴുതിയിരിക്കുന്നത് എന്നും അജയ്യൻ മമ്മൂട്ടി, ബോധപൂർവമുള്ള ചുവടുവെപ്പുകളിലൂടെ യുവ ലക്ഷങ്ങളുടെ പ്രിയങ്കരനായി മോഹൻലാൽ. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയാണ് 87 താരങ്ങൾ. ശരിക്കും നമുക്കറിയാം 86 എന്ന് പറയുന്ന ഒരു വർഷമൊക്കെ മമ്മൂക്കയ്ക്ക് ഇത്തിരി പരാജയങ്ങൾ തുടങ്ങിയ സമയമായിരുന്നു. 87 തുടക്കം വളരെ മോശമായിരുന്നു. എന്നിട്ട് 87 ജൂലൈയിലൂടെയാണ് ന്യൂഡൽഹിയിലൂടെ മമ്മൂക്ക ശക്തമായിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഈ 87 എന്ന് പറയുന്ന ഒരു വർഷം തുടക്കം പരാജയപ്പെട്ട് ആ ഒരു 87 സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ ഒരു ഉയരങ്ങളിലേക്ക് എത്തിയ, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ശക്തനായി ഒരു പൊസിഷൻ നേടിയെടുത്ത ആളാണ് മമ്മൂക്ക. ലാലേട്ടനാണെങ്കിൽ 86 രാജാവിൻ്റെ മകനിലൂടെയൊക്കെ തന്നെ ആ ഒരു സ്റ്റാർഡത്തിലേക്ക് കയറി. 87 ലാലേട്ടൻ നല്ല വർഷം തന്നെയായിരുന്നു. എനിക്കൊന്നുമില്ല, ലാലേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു പിന്നീട് ഒരു ഇടയ്ക്ക് ഒരു പരാജയങ്ങളൊക്കെ സംഭവിച്ചാൽ പുള്ളി ഒരിക്കലും അങ്ങനെ ഒരു വളരെ താഴ്ന്ന ഇതിലേക്ക് പോയിട്ടില്ല. എപ്പോഴും ഒരേ ലെവലിൽ തന്നെയാണ് ലാലേട്ടൻ ടോപ്പായിട്ട് തന്നെയാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇതിൽ രസകരമായിട്ട് ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് മലയാള ശബ്ദ സിനിമയുടെ 50-ാം വർഷം 87. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ചിത്രനിർമ്മാണ രംഗത്ത് പോയ വർഷം കാര്യമായ ക്ഷീണം സംഭവിക്കുകയുണ്ടായി. അതായത് ആ വർഷം 86 അപേക്ഷിച്ചിട്ട് ഇത്തിരി ക്ഷീണം ഉള്ളൊരു വർഷമായിരുന്നു മലയാള സിനിമയ്ക്ക് എന്നാണ് പറയുന്നത്. ഇതിൽ 88 സിനിമകൾ, അതായത് 10 ഡബ്ബിംഗ് സിനിമകൾ ഉൾപ്പെടെ 88 സിനിമകൾ ഈ റിപ്പോർട്ട് ഇവർ റിലീസ് ചെയ്യുന്നത് വരെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ വർഷം അവസാനം 4 സിനിമകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 88 ഒരു ഡിസംബർ കാലത്താണ് ഈ ഒരു മാഗസിൻ റിപ്പോർട്ട് അവർ ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ട്. അപ്പോൾ അതിൽ ആ ഒരു ഡിസംബർ അവസാനം 4 സിനിമകൾ കൂടിയും റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുകൂടി ചെയ്താൽ 92. അതായത് 1980 ശേഷം 100-ൽ താഴെ സിനിമകൾ റിലീസാവുന്നത് ഈ വർഷമാണ്. അതായത് ഇതിന് മുമ്പൊക്കെ 86 ഡബ്ബിംഗ് സിനിമകൾ ഉൾപ്പെടെ 116 സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. പക്ഷേ 87 ആയപ്പോൾ അത് 100 സിനിമകൾക്ക് താഴെയായി എന്നാണ് പറഞ്ഞത്. ഇതിൽ ഭൂരിഭാഗം സിനിമകളിലും കുറച്ച് പരാജയങ്ങളാണ്, അത് സിനിമയ്ക്ക് പ്രതിസന്ധിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ടോപ്പ് സിനിമകൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകൾ ഇതിൽ പറയുന്നത് 87 ചിത്രങ്ങളിൽ ബമ്പർ കളക്ഷൻ 2 സിനിമകൾ, 20-ാം നൂറ്റാണ്ടും ന്യൂഡൽഹിയും, നമ്മുടെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയും സിനിമകൾ തന്നെയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന നവംബറിൽ റിലീസായ നാടോടിക്കാറ്റ്, അതുപോലെ തന്നെ നാൽക്കവല, മമ്മൂക്കയുടെ നാൽക്കവല, ഈ 2 സിനിമയും തിയേറ്ററിൽ അപ്പോഴും ഉണ്ട്, നല്ല പ്രദർശന വിജയം നേടുന്നുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നാൽക്കവല അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററൊന്നും ആയിട്ടില്ല. പക്ഷേ നാടോടിക്കാറ്റ് നമുക്കറിയാം നല്ല ഹിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടുകളിലെ, അതിന് മുമ്പ് സന്മാനത്തിലുള്ള സമാധാനവും ടി പി ബാലഗോപാലിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാടോടിക്കാറ്റ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ കളക്ഷൻ വെട്ടിച്ചിട്ടുള്ള സിനിമയാണ്. എനിക്കെൻ്റെ കറക്റ്റായിട്ടുള്ള എനിക്കൊരു കളക്ഷൻ അറിയില്ല, പക്ഷേ നല്ല കളക്ഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നാടോടിക്കാറ്റും ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. നാൽക്കവലയുടെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പറയാം. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ 88 സിനിമകൾ ഇറങ്ങിയതിൽ തികഞ്ഞ പരാജയം ഏറ്റുവാങ്ങിയ 30ഓളം സിനിമകളുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ 30ഓളം സിനിമകൾ വളരെ ഫ്ലോപ്പായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ആക്ച്വലി ഇതൊരു പഴയ റിപ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോയാണ്. ഇത് എനിക്ക് എടുത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ ഇതിൽ പലതും ക്ലിയർ അല്ല. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു ഫുൾ റിപ്പോർട്ടായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇതിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞു ലാലേട്ടനെയും മമ്മൂക്കയുടെയും നായകന്മാരായിട്ട് തിളങ്ങി നിൽക്കുന്ന അവർ രണ്ടുപേരും തന്നെയാണ് ആ വർഷം എന്ന് പറഞ്ഞു. ഇതിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, 20 സിനിമകളിൽ ചെറുതും വലുതും ഒക്കെ വേഷങ്ങൾ ചെയ്ത നെടുമുടി വേണുവാണ് ആ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയനായ നടൻ എന്നാണ് പറയുന്നത്. അതിൽ മിന്നാമിനിങ്ങിന് നുറുങ്ങുവട്ടവും അച്ചുവേട്ടൻ്റെ വീടും, ഈ 2 സിനിമകളിലാണ് നെടുമുടി വേണുവിനെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്. നമുക്കറിയാം ഈ 2 സിനിമകളും വിജയമായിരുന്നു. മിന്നാമിനിങ്ങിന് നുറുങ്ങുവട്ടം വിജയമാണ്, നല്ല വിജയമായിരുന്നു. അച്ചുവേട്ടൻ്റെ വീട് മോശമല്ലാത്ത ഒരു കളക്ഷൻ നേടിയ സിനിമയാണ്. ഇതിൽ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടത്തിൽ നമുക്കറിയാം നെടുമുടി വേണു കമലഹാസനോടൊപ്പം ഫൈനൽ റൗണ്ടിൽ വരെ അന്ന് നാഷണൽ അവാർഡ് മത്സരിച്ചിട്ട് കമലഹാസനായിരുന്നു അന്ന് അവാർഡ് കിട്ടിയത്. പക്ഷേ
ഒരുപാട് അപ്രിസിയേഷൻ നെടുമുടി വേണുവിന് കിട്ടിയ സിനിമയായിരുന്നു അത്. പിന്നെ ഇതിൽ വേറെയും ഒരുപാട് സിനിമകളുണ്ട്. തീർത്ഥം, ഋതുഭേദം, സർവകലാശാല, എഴുതാപ്പുറങ്ങൾ, അങ്ങനെ 20ഓളം സിനിമകളിലാണ് നെടുമുടി മുഴുവനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ എഴുതിയിരിക്കുന്ന ആക്ഷൻ ഹീറോയായി അറിയപ്പെടുന്ന രതീഷിന് 15 സിനിമകൾ, മുകേഷ് 13, ലാലു ലക്സ് 10, സുരേഷ് ഗോപി 10, മുരളി 9, ദേവൻ 7. പിന്നെ ശങ്കറിനും ശ്രീനാഥിനും 1/2 ഡസൻ ചിത്രങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇത്രയും നടന്മാരുടെ ഉണ്ട്. പിന്നെ ഇതിൽ യുവതാരങ്ങളെക്കുറിച്ച് അത് അത്ര വ്യക്തമല്ല, അതിൽ എഴുതിയിരിക്കുന്ന അത്ര വ്യക്തമല്ല. എന്തായാലും ഇവരൊക്കെ ഇത്രയും നടന്മാരാണെന്ന് ആ ഒരു ലിസ്റ്റിൽ ലാലേട്ടൻ, മമ്മൂക്ക, നെടുമുടി വേണു, അങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം, പ്രേം നസീർ, മധു, ഭരത് ഗോപി. ഇതിൽ പ്രേം നസീറിന് ആ വർഷം സിനിമകൾ റിലീസില്ല. നമുക്കറിയാം പ്രേം നസീറിൻ്റെ 85ഓടുകൂടി അദ്ദേഹം അഭിനയത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു. എന്നിട്ട് 86 കടത്തനമ്പാടി എന്ന് പറയുന്ന ഒരു സിനിമയാണ് അദ്ദേഹം ആ സമയത്ത് അവസാനമായിട്ട് ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് ചെയ്തൊരു സിനിമ. പക്ഷേ ആ സിനിമ റിലീസായത് പ്രേം നസീർ മരിച്ച ശേഷം 90ലാണ് റിലീസായത്. പിന്നെ അദ്ദേഹം പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം തിരക്കായിരുന്നു. അപ്പോൾ ഇതിൽ 87 അദ്ദേഹത്തിന് റിലീസില്ല. അതായത് 52 അഭിനയ രംഗത്തോട്ട് വന്ന ശേഷം പ്രേം നസീർ അഭിനയിക്കാത്ത ഒരു വർഷം, അല്ലെങ്കിൽ ഒരു പ്രേം നസീർ സിനിമ റിലീസാവാത്ത ഒരു വർഷം 87 ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മധുസാറിനും അന്ന് ഒരു സിനിമ മാത്രമേ എന്തുള്ളൂ, ഇത്രയും കാലം അങ്ങനെ എന്തോ ഒരു സിനിമയുടെ പേര്, ആ ഒരു സിനിമ മാത്രമേ ഉള്ളൂ. ഭരത് ഗോപിക്കും ആ വർഷം സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ തിലകൻ, ഇന്നസെൻറ്റ്, ശങ്കരാടി, ഇവരെല്ലാവരെയും കുറിച്ച് 20 സിനിമകളിൽ തിലകൻ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അതായത് തനിയാവർത്തനം, പൊന്ന് തുടങ്ങിയ സിനിമയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമകളായി കഥാപാത്രങ്ങളായി പറയുന്നത്. പിന്നെ ഇതിൽ ജഗതി ശ്രീകുമാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ജഗതി ശ്രീകുമാറാണ് ഏറ്റവും സിനിമകൾ അഭിനയിച്ച 1ാം സ്ഥാനത്ത്. നമുക്കറിയാം 90കളിലൊക്കെ അന്ന് ജഗതി ശ്രീകുമാർ ഇല്ലാത്ത സിനിമയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് അന്നേ ഉണ്ട് എന്നുള്ളതാണ്. 37 സിനിമകളാണ് എന്താണ് ജഗതി ശ്രീകുമാർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം ഒന്ന് തിളങ്ങി. നമുക്കറിയാം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 87 സർവകലാശാലയിലൊക്കെ അന്ന് ഒരു അച്ഛനായിട്ട് ഉള്ളൊരു ലാലേട്ടൻ്റെ സുഹൃത്തായിട്ട് പള്ളിയിലച്ഛൻ്റെ ഒരു ക്യാരക്ടറായിട്ട്, മാഷായിട്ടുള്ളൊരു ക്യാരക്ടറാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ ഇപ്പം നായികമാരെ കുറിച്ച്, ഇപ്പം ഇതിൽ ഷാരിയാണ് ഇതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന നായിക. പിന്നെ ഇതിൽ അംബികയുണ്ട്, ശോഭനയുണ്ട്, സുമലതയുണ്ട്, ലിസിയുണ്ട്, ഉർവശിയുണ്ട്. അപ്പോൾ നമ്മൾ പറയും 87 തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന ഒരു സിനിമ ആ വർഷം ഇറങ്ങിയ സിനിമയാണ്. അന്നത് തിയേറ്ററിൽ അത്ര പരാജയം ആയിരുന്നു, അത്ര വിജയമല്ലായിരുന്നു. പക്ഷെ സുമലത, ക്ലാര, ഇന്ന് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പല ലിസ്റ്റിലുള്ള നടിമാരും പല സിനിമകളെക്കാട്ടും ഇന്ന് നമ്മൾ ഓർക്കുന്നത് 87 അന്ന് തിയേറ്ററിൽ പരാജയമായി പോയ തൂവാനത്തുമ്പിയുള്ള ക്ലാരിയാണ്. അത് സുമലത തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നൊരിക്കലും ആ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അഭിനയമൊക്കെ നിർത്തിയ ശേഷമാണ് സുമലതേനെ ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും വിളിക്കുന്നതും കത്തുകൾ അയക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂവാനത്തുമ്പികളെ കുറിച്ച് അത്ര നല്ല ഇതൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. കാരണം അതിൽ ഏറ്റവും രസകരമായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത്, പത്മരാജൻ്റെ സിനിമകളിൽ നൊമ്പരത്തിപ്പൂവിനാണ് തൂവാനത്തുമ്പികളെക്കാൾ മേന്മ അവകാശപ്പെടാവുന്നത്. അതായത് അന്ന് നൊമ്പരത്തിപ്പൂ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, അതിൽ മാധവി, ലാലു ലക്സ്, മമ്മൂക്കൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയാണ് അന്ന് തൂവാനത്തുമ്പികളെക്കാട്ടും കൂടുതൽ തിയേറ്ററിൽ ഓടിയതും അന്ന് അഭിപ്രായം കിട്ടിയതും. പക്ഷേ ഇന്ന് നമ്മൾ നൊമ്പരത്തിപ്പൂവിനെക്കാട്ടും എന്തുകൊണ്ടും ഇന്ന് ഒരുവിധം 100% നമ്മളെല്ലാവരും കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്ന സിനിമ തൂവാനത്തുമ്പികൾ തന്നെയായിരിക്കും. അതാണ് ഈ പറഞ്ഞ പോലെ കാലം തെറ്റി വന്ന സിനിമ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് സിനിമ, ഞാൻ ഇതിൽ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതിൽ മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ തീർത്ഥം, ശ്രുതി, ആ 2 സിനിമയും അന്ന് അദ്ദേഹത്തിന് പരാജയമായിരുന്നു. പിന്നെ ബാലചന്ദ്രൻ മേനോൻ്റെ സിനിമകളിൽ അച്ചുവേട്ടൻ്റെ വീട്, വിളംബരം, പക്ഷേ വിളംബരത്തെക്കാട്ടും കൂടുതൽ അച്ചുവേട്ടൻ്റെ വീടാണ് അന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ രാജാവിൻ്റെ മകന് ശേഷം തമ്പി ഗണന്താനം അവതരിപ്പിച്ച ഭൂമിയിലെ രാജാക്കന്മാരും വഴിയോര കാഴ്ചകളും മോഹൻലാലിൻ്റെ സാന്നിധ്യം കൊണ്ട് വിജയം നേടിയ സിനിമകളാണ്. ശരിയാണ്, ആ 2 സിനിമകൾ രാജാവിൻ്റെ മകൻ്റെ ഒരു റേഞ്ചിലോട്ട് എത്തിയില്ലെങ്കിലും ആ 2 സിനിമകളും അന്നും ഓടിയ സിനിമകൾ തന്നെയായിരുന്നു. പിന്നെ കൊച്ചിൻ ഹനീഫ ഡയറക്റ്റ് ചെയ്ത സിനിമകളുണ്ട്. ഇതിൽ ഒരുപാട് സിനിമകളെ കുറിച്ചുണ്ട്. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 10-30ഓളം സിനിമകൾ അന്ന് പരാജയപ്പെട്ട സിനിമകളായിരുന്നു. പിന്നെ ഇതിൽ ഏകദേശം ശ്രീധരൻ ഒന്നാം തിരുമുറിവ് ആ വർഷം ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ സത്യൻ അന്തിക്കാടിൻ്റെ ശ്രീധരൻ ഒന്നാം തിരുമുറിവ് മമ്മൂക്കയുടെ അതൊരു പരാജയ സിനിമയായിരുന്നു. പിന്നെ ഇതിൽ വേറെ കുറച്ച് സിനിമകളുണ്ട്. സർവകലാശാല, വരിയോഴക്കാഴ്ച നമ്മൾ പറഞ്ഞു. പിന്നെ ചെപ്പ്, ഈ സിനിമയൊക്കെ അന്നൊരു കളക്ഷൻ്റെ കാര്യത്തിൽ അത്യാവശ്യം വിജയിച്ചു. പക്ഷേ ബ്ലോക്ക് ബസ്റ്റർ ആയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂഡൽഹിക്കും 20ാം നൂറ്റാണ്ടും തന്നെയാണ്. പിന്നെ ഇതിൽ സംവിധായകർ അന്ന് ജോഷി, ബാലചന്ദ്ര മേനോൻ, പത്മരാജൻ, വേണുനാഗവള്ളി, ഒരുപാട് സത്യൻ അന്തിക്കാട്, ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ഇത് ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു 3-4 പേജ് ഉണ്ട്. പക്ഷേ അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെയിനായിട്ട് തൂവാനത്തുമ്പികൾ തന്നെയാണ്. അന്ന് തൂവാനത്തുമ്പികൾ ഈ പറയുന്ന
അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നാണ് ഇതിൽ എഴുതിയിരുന്നത്. വാനത്തുമ്പികളെക്കുറിച്ച് ഇന്ന് നമ്മൾ പുകഴ്ത്തുന്ന പോലെയൊന്നും അതിൽ പുകഴ്ത്തി എഴുതിയിട്ടില്ല. പക്ഷേ കാലത്തെ അതിജീവിച്ച സിനിമ, എന്താ പറയുക, കാലം തെറ്റിയ സിനിമയായിരുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞ് ഇന്നും നമ്മളെല്ലാവരും 87 സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഫേവറേറ്റ് ആയിട്ടൊരു, ആരോട് ചോദിച്ചാൽ ഫേവറേറ്റ് 3 സിനിമകൾ 87 റിലീസ് ചെയ്ത സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം പേരും അതിലൊരു സിനിമ തൂവാനത്തുമ്പികൾ തന്നെ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ 87 ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പല സിനിമകളും നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മളോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക.